വലിയൊരു വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ ഫസ്നയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടുന്നത്? കുറേ പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പെൻഡിങ് ഒക്കെ വരുന്ന സമയത്ത് മോളത് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്ത്? കൂടുതൽ ഞാൻ പഠിക്കില്ല, എനിക്ക് പഠിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കാനൊക്കെ ഒരു ടെൻഡൻസി ഒക്കെ വരില്ലേ എക്സാമിന്റെ സമയത്തൊക്കെ ആണെങ്കിലും? അതൊക്കെ മോൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത്? +1 പരീക്ഷയിൽ 520-ൽ 515 മാർക്ക് എന്ന് പറയുന്നത് ഒരു ചില്ലറ മാർക്കല്ല അല്ലേ? വെറും 5 മാർക്ക് മാത്രമേ അതിൽ മിസ്സായി പോയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ ഫസ്നയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ഫസ്നയുടെ അടുത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഫസ്ന മക്കളെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഫാമിലിയിൽ ഭാഗമായിട്ട് വന്നത്? ഞാൻ 9th മുതലാണ് എക്സാമിനുള്ള ആക്ച്വലി യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത്. പിന്നെ SLC റിവിഷൻ ബാച്ചിലുണ്ടായിരുന്നു, അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് +1 ബാച്ചിലേക്ക് വന്നത്. പിന്നെ നേരെ അല്ലെ ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഒരു വിശ്വാസം തോന്നിയോ? എക്സാമിലൊക്കെ സെയിം ക്വസ്റ്റ്യൻസും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് ആണല്ലേ? എന്തായാലും ഇവര് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് കിട്ടുന്നുള്ള അറിയാം. ഓക്കെ, അപ്പോൾ മോൾ എങ്ങനെയാണ് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടുന്നത്? കുറേ പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇതെങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ടിപ്സുകൾ എന്ന് പറയുന്നത്? ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കും. പിന്നെ മെയിൻലി എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയതും അഗ്നി റിവിഷൻ ബാച്ച് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും പബ്ലിക് എക്സാമിൻ്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്നി ബാച്ചിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതൊരു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതന്നെ, മോള് നമ്മുടെ അഗ്നി ബാച്ചിലാണ് ഉള്ളത്. അത് കൂടാതെ തന്നെ അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒബ്വിയസ്ലി നമ്മുടെ റിവിഷൻ ബാച്ചും കിട്ടും. ഓക്കെ, അപ്പോൾ ആ റിവിഷൻ ബാച്ചാണ് അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അല്ലേ? അതിൽ ഇപ്പം നമ്മുടെ സാധാരണ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണല്ലോ. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ടീച്ചിങ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ്, നമുക്കത് ഇഷ്ടമാണോ? നമുക്ക് കുറേ ടഫുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് സിമ്പിൾ ടിപ്സ് ഒക്കെ ആയിട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ഇപ്പൊ നമ്മുടെ ബയോളജിക്ക് ആണെന്നുണ്ടെങ്കിൽ കോഡുകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നൊക്കെ ഇഷ്ടമാണോ? അത് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഓരോ കോഡ് ഉണ്ടാവും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ലതാണല്ലോ ഇങ്ങനെ കോഡൊക്കെ വെച്ച് പഠിക്കുമ്പോൾ. ഒരുപാട് ഞങ്ങൾക്ക് ആക്ച്വലി ഇച്ചിരി ഒരു പേടിയാണ് അങ്ങനെ കുറേ കോഡുകളൊക്കെ പറഞ്ഞു തരുമ്പോൾ ലാസ്റ്റ് എല്ലാ കോഡുകളും കൂടെ മിക്സ് ആയി പോകും. ഇനിയിപ്പോൾ കോഡ് പഠിക്കാനായിട്ട് ഇനി കുറച്ച് കഷ്ടപ്പാടുണ്ടാവോ എന്നൊക്കെ ഒരു ടെൻഷൻ. എളുപ്പം അതാണ് എളുപ്പം. എക്സാമിനൊക്കെ അതൊക്കെ ഓർമ്മ വരുമോ? ഓർമ്മ വരും. അടിപൊളി. ഇപ്പൊ മോൾ എങ്ങനെയാണ് ഒരു ദിവസം ഇപ്പൊ എത്ര നേരമൊക്കെ ഇരുന്നിട്ടാ പഠിക്കാറ്? അതായത് എക്സാം ഉള്ളപ്പോഴും എക്സാം ഇല്ലാത്ത സമയത്തും? എക്സാം ഇല്ലാത്ത സമയത്ത് നമുക്ക് നോർമലായിട്ട് എന്തായാലും സ്കൂളിൽ പഠിക്കാനുള്ളത് മിക്കപ്പോഴും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില ദിവസങ്ങൾക്ക് മിസ്സായി പോകാറുണ്ട്. ആൻഡ് ലാസ്റ്റ് സമയത്ത് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ലെവലിൽ പഠിച്ചു. അതന്നെ, ഇപ്പോൾ കുറേ പേർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളും കൊണ്ടുപോകണം, അതേപോലെ തന്നെ എക്സാമിനറിൻ്റെ ക്ലാസ്സസും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അയ്യോ അത് ഭയങ്കര പാടായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ മോൾക്ക് എങ്ങനെയായിരുന്നു അത്? സ്കൂളിലത്തെ കുറേ ടീച്ചേഴ്സ് ഇപ്പായാലും ഹോംവർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊക്കെ തരുന്നുണ്ടായിരിക്കും, നമ്മുടെ എക്സാമിനറിലായാലും ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ഒരുവിധം ലൈവ് ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പറ്റാത്ത പക്ഷങ്ങളിൽ റെക്കോർഡഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ ഒരു വീക്കിൽ ഇത്ര ക്ലാസ്സസ് എങ്കിലും എക്സാമിനറിന്റെ കണ്ട് തീർക്കണം എന്നൊരു മൈൻഡിൽ ഇരിക്കുമ്പോൾ അത് തീരാറുണ്ട്. അപ്പോൾ ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പം ചിലപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഇപ്പോൾ നല്ലൊരു ഉഷാറായിട്ടിരിക്കണം എന്നില്ലല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും വയ്യാതെ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇടയിൽ ചിലപ്പോൾ ക്ലാസ്സസ് ഒക്കെ മിസ്സായി പോവാം. കുറേ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്സായി പോവാം. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ് ഒക്കെ വരുന്ന സമയത്ത് മോളത് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്ത്? സത്യം പറഞ്ഞാൽ കുറേ പെൻഡിങ് വന്നിട്ടുണ്ട് +1. 10th പോലെ ഇരുന്നില്ലല്ലോ. അപ്പോൾ പഠിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു, കാരണം തീരുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ അധികം നേരം ഇരുന്നപ്പോൾ പിന്നെ എത്തിച്ചു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമയം നമ്മൾ തന്നെ ഇരുന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പോൾ മോളിപ്പോൾ എക്സാമിൻ്റെ സമയത്ത് പഠിച്ചിരുന്ന രീതി എങ്ങനെയായിരുന്നു? അതായത് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? എക്സാമിന്റെ തലേദിവസം എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാനായിരുന്നു താല്പര്യം കൂടുതൽ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കും, പക്ഷെ എക്സാമിന്റെ തലേദിവസം കൂടുതൽ ഞാൻ പഠിക്കില്ല. എനിക്ക് പഠിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഒന്നുകൂടി റിവൈസ് പഠിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ അതും കുറച്ചേരം ഇരുന്ന് ഞാൻ അറിയണത് കൂടി മറക്കണ്ടല്ലോ. അത് കാരണം പഠിച്ചത് അതുവരെ നിൽക്കും. അതിനുശേഷം എന്തായാലും എക്സാമിനറിന്റെ ലൈവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എക്സാമിനറിന്റെ അങ്ങനെ എല്ലാ ലൈവും കാണും. ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മതി എന്നൊരു മൈൻഡിലാണ് തലേ ദിവസം ഉണ്ടായിരിക്കുക. ഇപ്പൊ ഈ 5 മാർക്ക് നമുക്ക് മിസ്സായി പോയത് ഏത് സബ്ജക്റ്റിലായിരുന്നു? ഇംഗ്ലീഷിൽ 2 മാർക്ക് പോയി, മലയാളത്തിൽ 2 മാർക്ക് പോയി, പിന്നെ അതേപോലെ മാത്സിൽ 1 മാർക്ക് പോയി.
ശരാ ബാക്കിയല്ലാത്ത ഫുൾ മാർക്കാണ്. മാത്സിലൊക്കെ ആക്ച്വലി ഇപ്രാവശ്യം പാറ്റേൺ ഒക്കെ കുറച്ച് ഇച്ചിരി വ്യത്യാസമായിരുന്നു. എന്നിട്ടും അതിൽ ഒരു മാർക്ക് മിസ്സായിട്ടുള്ളൂ. ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാംഗ്വേജ് സബ്ജക്റ്റാണ് ഇച്ചിരി ഒരു പ്രശ്നമല്ലേ? ലാംഗ്വേജിലാണ് പ്രശ്നം. അതും 2 മാർക്ക് അത്രേ ഉള്ളൂ. അത് അത്ര വലിയ നമുക്ക് അയ്യോ കുറഞ്ഞു പോയി നമുക്ക് പറയാനൊന്നും പറ്റില്ല. 2 മാർക്ക് മാത്രമാണ് മിസ്സായി പോയിട്ടുള്ളത്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ മോള് ഇതിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റോ അല്ലെങ്കിൽ റിവാലുവേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഉള്ളതിൽ നമ്മൾ ഹാപ്പിയാണ്. ഒരുപാട് കൂടുതൽ ഡെക്കറേഷൻസിനൊന്നും ആവശ്യമില്ല. ഇല്ലല്ലോ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മോള് എന്ത് ചെയ്താൽ മതി, +2-ലും ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ആയിരിക്കും. പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഇങ്ങോട്ടേക്ക് വീണ്ടും വരാൻ പറ്റും. ഓക്കെ, വീണ്ടും ഞങ്ങളൊക്കെ കൂടെ ഇങ്ങനെ കാത്തിരിക്കും, വീണ്ടും ഒന്നും കൂടെ വരാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ മോളുടെ ഈ ഒരു ഇത്രയും നല്ല മാർക്കൊക്കെ വാങ്ങുന്നതിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്കൊക്കെ വാങ്ങാൻ സാധിച്ചതിൽ നമ്മുടെ അഗ്നിദാസിൻ്റെ റോൾ എന്തായിരുന്നു? അഗ്നിബാച്ചിനായിരുന്നു ഏറ്റവും കൂടുതൽ റോൾ ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ഒരുവിധം സ്കൂളിൽ നിന്നും നല്ല ടീച്ചേഴ്സാണ് സ്കൂളിൽ, അപ്പോൾ എനിക്ക് ഒരുവിധം മനസ്സിലാവാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് റിവിഷൻ ബാച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. ക്വസ്റ്റ്യൻസ് കിട്ടാനും പിന്നെ ബുക്കും എക്സാമിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്തത് എക്സാമിന്. ഇത് നമ്മളിങ്ങനെ ലാസ്റ്റൊക്കെ ഇടയ്ക്ക് മറ്റേ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് അങ്ങനെ, അതായത് നമുക്കറിയാം കുട്ടികൾ മറന്നു തുടങ്ങി, ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ഇപ്പം ആർക്കും ഓർമ്മയില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സീരീസ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും. മക്കളെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും ആദ്യം മുതൽ പഠിപ്പിച്ച് തരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ മനസ്സിലാവാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബൾബ് സീരീസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ലൈവുകളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അതൊക്കെ യൂസ്ഫുൾ ആണോ? അത് കാണാറുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മറക്കാറുണ്ട്. 8ാമത്തെ പടത്തുമ്പോൾ 1ാമത്തെ മറക്കാറുണ്ട്. അതെ അതെ, കാരണം പഠിച്ചാൽ നമ്മളിപ്പോൾ എത്ര നമ്മൾ പഠിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മറവിയൊക്കെ വീടില്ല, സ്വാഭാവികം. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ഒരു ചാപ്റ്റർ ഇപ്പോൾ എത്ര വട്ടം റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ? അറ്റ്ലീസ്റ്റ് 2 വട്ടെങ്കിലും റിവിഷൻ. 2 വട്ടെങ്കിലും അത്രയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഡീപ്പായിട്ട് റിവിഷൻ, ഡീപ്പായിട്ട് തന്നെ. അപ്പോൾ മോളിങ്ങനെ പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നമുക്ക് എന്തായാലും കുറച്ച് ഇച്ചിരി പാടായിരിക്കും. ഇടയിലൊക്കെ ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോഴൊക്കെ എന്തൊക്കെയായിരുന്നു മോളപ്പോൾ ചെയ്യാം? ഞാൻ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ ടി വി ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് തന്നെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഉഷാർ വരും. കുറച്ച് ഉഷാർ വരും. നമുക്ക് ഭയങ്കര പഠിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. പാടില്ല. അപ്പോൾ തോന്നൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ഇഷ്ടം തോന്നണ്ടേ നമുക്ക് പഠിക്കാനായിട്ട്? പറ്റിച്ചിട്ടില്ല. അതെ, ആക്ച്വലി 2 കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അതൊരു ഒരു ലിമിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടെ ഇപ്പോൾ മോളൊക്കെ പഠിച്ചതുപോലെ അങ്ങനെ നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? 2 കൂടെ ഈക്വൽ ബാലൻസിൽ പോയാൽ മതി. ഇപ്പോൾ അലക്സാർ ആയാലും നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ഒപ്പം നമ്മൾ പഠിച്ചും പോകും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നോട്ട്സ് ഒക്കെ നമുക്ക് തരില്ലേ? നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരാറില്ലേ? അതൊക്കെ എങ്ങനെയാണ്? അത് നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആണോ? ഒരുവിധം സ്കൂളിൽ തരുന്ന നോട്ട്സ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അത് മിസ് കുറേയൊക്കെ ചുരുക്കിയിട്ട് തരും. അപ്പോൾ അത് യൂസ്ഫുൾ ആണ്. പിന്നെ ബയോളജി ആണെങ്കിൽ കുറേ NCERT എന്നെ പഠിക്കണോണ്ട് തന്നെ അത് കുറേ നേരം ഇരുന്ന് പഠിക്കാറുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലാസ്റ്റിക്ക്, പക്ഷെ എന്നാലും നല്ലതായിരുന്നു. ക്ലാസ്സസ് ഒക്കെ എപ്പോഴും ഇതേപോലെ കോഡൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അടിപൊളി. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ടീച്ചേഴ്സ് അല്ലേ, ഇപ്പൊ നിങ്ങൾക്കിപ്പം എന്ത് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്ത് പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ ഈ ഒരു എക്സാമിനർ ടീച്ചേഴ്സിൽ മോള് കണ്ടിട്ടുള്ളത്? ക്ലാസ് കാണാൻ തോന്നാറില്ല. കാണുമ്പോൾ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുകയാണ് എന്നൊരു ഫീൽ ഉണ്ടാവാറില്ല. നമ്മൾ പഠിക്കുമ്പോൾ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചു തീർന്നിട്ടുണ്ടാവും, ഒരു പക്ഷെ ബോറടിക്കൂല. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ മറ്റേ നമുക്ക് ഇപ്പോൾ ഫോണൊക്കെ നോക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള വേറെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കാനൊക്കെ ഒരു ടെൻഡൻസി ഒക്കെ വരില്ലേ എക്സാമിന്റെ സമയത്തൊക്കെ ആണെങ്കിലും? അതൊക്കെ മോൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത്? ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കും. പഠിക്കാനുള്ള സമയത്ത് പഠിക്കും. ഒരു 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 മിനിറ്റ് എടുക്കും. പിന്നെ 10 മിനിറ്റിന്റെ അപ്പുറം പോകും. നമ്മളൊരു റിവാർഡ് കൊടുക്കുന്ന പോലെ, അതായത് ഇത്ര നേരം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും. യെസ്, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഒരു റിവാർഡൊക്കെ കൊടുക്കുന്ന തരത്തില് നമ്മള് അപ്പൊ ഫോൺ എടുക്കാൻ വേണ്ടി പഠിക്കും. ഫോൺ എടുക്കാനെങ്കിലും നമ്മൾ പഠിക്കും. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മോൾക്ക് എന്താവാനാണ് ആഗ്രഹം?
എനിക്ക് JEE പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, IIT എത്തണം. ആഹാ, അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോട് എന്താണ് മോക്ക് പറയാനുള്ളത്? ഒത്തിരി പേര് ഇതെങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മക്കളോട് എന്താ മോക്ക് പറയാനുള്ളത്? SLC കഴിഞ്ഞിട്ട് +1 എത്തുമ്പോൾ ടഫാണ്, തുടക്കത്തിൽ അത്യാവശ്യം ടഫാണ്. ഒരു ട്രാൻസിഷൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ അതിക്ക് എത്തും, എന്തായാലും എത്തും. ഓള് SSLC ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, മലയാളം മീഡിയം? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് SSLC സിലബസ് ഒന്നും പോലെയല്ലല്ലോ +1, അപ്പോൾ കുറച്ച് ഇച്ചിരി ആദ്യം സ്റ്റാർട്ടിങ് ഒരു ഇച്ചിരി നല്ല ബുദ്ധിമുട്ടാണ്. കെമിസ്ട്രി ഒക്കെ ഒന്നും മനസ്സിലാവേണ്ടിയിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുള്ളൂ. പിന്നെ പോകും, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാലൊക്കെ പിന്നെ ഫ്ലോക്ക് എത്തും എന്തായാലും. ഇപ്പൊ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അപ്പോൾ ആദ്യം മുതൽ പഠിക്കണോ അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതിയോ? ഓരോരുത്തരെ പോലെ ഇരിക്കും. ഞാൻ ആക്ച്വലി ലാസ്റ്റിക്കാണ് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത്, പക്ഷെ തീരെ പഠിച്ചിട്ടില്ല എന്നല്ല, ക്ലാസ് ശ്രദ്ധിക്കുക, സ്കൂളത്തെ എക്സാം സമയത്ത് മാത്രം പഠിക്കുക. എനിക്ക് അതാണ് ഒന്നും കൂടി എളുപ്പം. കൂടുതൽ എക്സാമിന്റെ സമയങ്ങളിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓരോരുത്തർ പഠിക്കുന്ന രീതി വേറെ തന്നെയാണ്. ഓക്കെ, ചിലർക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കും, ചിലർക്ക് കുറച്ചിങ്ങനെ എന്താ പറയുക ടൈം എടുക്കും അതിങ്ങനെ പഠിച്ചെടുക്കാനും, പിന്നെ മറന്നു പോകുന്നത് കുറേ പേർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരോ ടീച്ചിങ് സ്റ്റൈൽ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറേ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനിയും ഇതുപോലെ തന്നെ +2ലും നല്ല മാർക്ക് തന്നെ വാങ്ങാനായിട്ട് സാധിക്കട്ടെ. മോളുടെ ആഗ്രഹങ്ങളും മോളുടെ സ്വപ്നങ്ങളും എല്ലാതും മോൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് മക്കളെ, അടിപൊളിയായിട്ട്. ഇനി +2ലും വരണം കേട്ടോ, ഇതേപോലെ ഞങ്ങളിവിടെ കാത്തിരിക്കും. +2ലും ഇതേപോലെ തന്നെ വരിക. ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ട് എപ്പോഴും വെൽക്കം ചെയ്യാനായിട്ട് നമ്മളിവിടെ എക്സാമിൻ്റെ ഫാമിലി ഫുള്ള് റെഡിയാണ്. ഓക്കെ, താങ്ക് യു മക്കളെ.